ബാംഗ്ലൂർക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞു. നീ എന്താടാ ഇവിടെ പറ്റിപ്പോയിന്നോ? ഹലോ ഗൈസ്, കുറെ സമയം ഇടാൻ പറ്റില്ല കാരണം നമ്മളൊരു റെസ്റ്റോറന്റ് വന്നിരിക്കുന്നത്. എവിടെ വന്നപ്പോ കട വരുന്നത് അൽബൈക്ക് റെസ്റ്റോറന്റ് പേര്. ഇവിടുത്തെ മന്തി അത്യാവശ്യം നല്ലതാണ്. നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് സജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ബേസിക്കലി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അജുവിൻ്റെ കൂടെ കറങ്ങാം, ഫുഡൊക്കെ കഴിക്കുക, ബാംഗ്ലൂർ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക, അവന് കുറച്ച് ഷോപ്പിംഗും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി, മന്തി കഴിക്കാൻ വേണ്ടി എത്ര ദൂരത്തുനിന്ന് നമ്മളവിടെ 3 വണ്ടി മാറി കയറിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. അവന് അൽഫാം മന്തി ഓർഡർ ചെയ്തു. ഇനി ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സ്മോക്കി ആണെന്ന് ഏറ്റവും നല്ല ഏതാന്ന് വെച്ചാൽ പറയുന്നത് സ്മോക്കി ചിക്കൻ മന്തി. അത് ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് പറഞ്ഞു തന്തൂരി ഓർഡർ ചെയ്തു. ഞാൻ കുറച്ചും കൂടെ തന്തൂരി ഫാനാണ്. മഴയുണ്ടായിരുന്നാണ് നീ വന്നപ്പോ? നമ്മൾ വരുമ്പോ അവിടെ മഴയുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇന്നലെ പ്ലാൻ ചെയ്തത് രാവിലെ 10 മണിക്ക് മീറ്റ് ചെയ്യാറുണ്ട്. രാവിലെ 10 മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ അവ ഉറക്കം ഇട്ടിട്ടുള്ളൂ. നമ്മൾ അപ്പം എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത പ്ലാൻ 12:30 മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അത് നടന്നില്ല, ഇറങ്ങാൻ ലേറ്റായി. അവസാനം നമ്മൾ 3:15 ആയപ്പോ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നീ വല്ലതും? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? നോമ്പാളല്ലേ, ഒന്നും കഴിച്ചില്ലേ നീ? നമ്മള് രാവിലെ ബ്രെഡ് കഴിച്ചു. വേറിനോട് പറഞ്ഞിട്ടുണ്ട് നീ വരുന്നുണ്ടെന്ന്. അങ്ങനെ ഒരാള് വരുന്നുണ്ട്. വേറിനോട് എല്ലാം മുൻകൂട്ടി പറഞ്ഞിരിക്കണം. നല്ല വിശക്കുന്നില്ലേ? കുറച്ച്. എനിക്ക് ഇച്ചിരി വിശക്കുന്നുണ്ട് സത്യമായിട്ട്. ഫുഡ് വരട്ടെ, ഫുഡ് കൊണ്ടുപോകണം. ആദ്യത്തെ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് കേട്ടോ. ചക്രൂന്റെ കരിഞ്ഞതാണ് സ്മോക്ക് എന്ന് പറയുന്നത്. സ്മോക്ക് എന്ന് പറയുന്നത് കുറച്ച് പുകച്ചത്. അതെന്റെ സാറ് കൊള്ളാലടാ. പിന്നെ കാണാനൊക്കെ ലുക്കായിട്ടില്ലേ? കാണാൻ ലുക്കില്ലേ? വേഗം കഴിക്കും നോക്കട്ടെ. ആരുടെ അടിപൊളി നോക്കണം. കൊള്ളാവടാ? റൈസ് കൊള്ളാവോ? നാട്ടിലത്തെ അത്ര ഉണ്ടാവും. നാട്ടിലത്തെ ടേസ്റ്റും ഇവിടുത്തെ ടേസ്റ്റും വെവ്വേറെയാണ്. ഏത്? ഇവിടെ ബിരിയാണിയാ. മന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ബിരിയാണി കൂടുതൽ. കൊള്ളാവടാ? ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല. ഇതിനുമ്പോ ബിരിയാണി ആയിരുന്നോ? മന്തിയാണോ ചോദിച്ചാ അല്ല, മന്തിയിലേക്ക് എത്തിയിട്ടില്ല. ബിരിയാണി ചോദിച്ചാൽ ബിരിയാണി അല്ല. ബിരിയാണിന്റെ മന്തിയുടെ ഇടയിലുള്ള ഒരു യാത്ര ഇല്ലാതെ പറയാം. ശരിക്കും മറ്റേ മന്തിക്ക് ഇത്ര കളറില്ല റൈസിന് അല്ലേ? ഇത് ബിരിയാണി ഇവിടുത്തെ. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇനി എന്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കണ്ടേ? കൂടിയോ? നല്ലോണം എണ്ണ ഉണ്ടല്ലേ? ഭയങ്കര എണ്ണ. കൊള്ളാം, കുഴപ്പമില്ല. നാട്ടിലത്തെ മന്തിട്ട് അത്ര വില്ല കേട്ടോ. അത്ര വില്ല. അത്ര വരികയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിവിടെ എവിടെയും കിട്ടൂല. പോയി നോക്കാം. ലുലുമാളുണ്ടാവോ? ഇവിടുത്തെ ലുലു നമ്മൾ കണ്ടു. നമ്മൾ കഴിച്ചിട്ടുണ്ട് ലുലുന്ന് മന്തി. പക്ഷെ ലുലുവിലെ മന്തി പോലും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ശരിയാണ്. നാട്ടിലത്തെ മന്തി കഴിച്ചിട്ട് ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് നിങ്ങൾ മന്തി കഴിക്കേക്കണം. അപ്പൊ അറിയാം അതിന്റെ ഡിഫറൻസ്. എല്ലാ സാധനങ്ങളും അങ്ങനെയല്ലേ കൂടുതലും. കഴിക്കട്ടെ. നമ്മളത് കഴിച്ചിട്ട് ഇറങ്ങാം. എങ്ങനെയാണ് ചക്രു? ഫുഡ് കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ, അത്രേ ഉള്ളൂ. എനിക്ക് മന്തി റൈസ് ഒന്നും അത്ര രസമായി തോന്നിയില്ല. അറിയില്ല മന്തി എന്ന് പറയരുത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മന്തി എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ മന്തിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഇവിടെ കിട്ടൂല, എവിടെയും കിട്ടൂല. കുഴപ്പമില്ല. ഇവിടെ കുറച്ചുകൂടെ വന്ന് കഴിക്കാൻ ഈ എളുപ്പമുള്ളത് ശരിക്കും നല്ലതും ബിരിയാണിയാണ്. മന്തി റൈസ് പറഞ്ഞ മന്തി ഇവിടെ കുറച്ചുകൂടെ കട്ടിയാണ്, അരിയൊക്കെ വ്യത്യാസമാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ചിക്കൻ ബിരിയാണിയിൽ നിന്ന് കുറച്ചും നീങ്ങും ചെയ്തിട്ടുണ്ട്. എന്നാ മന്തി ആയിട്ടില്ല. അങ്ങനെയാണ് സത്യം. ഇനിയിപ്പോ നമ്മൾ ഡെസേർട്ട് അടിക്കാൻ വേണ്ടിട്ട് കാന്തി സ്വീറ്റ്സ് എന്നത് സ്ഥിരമായിട്ട് നടക്കുന്നു, കഴിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവന് കാന്തിന്ന് മേടിച്ചു കൊടുത്ത സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാൻ ചോദിച്ചു. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കാന്തി സ്വീറ്റ്സ് നടക്കണോ നമ്മള്? അതെ. നല്ല തിരക്കുണ്ടല്ലേ? മഴയുണ്ടോ? മഴക്കാറുണ്ടോ? ചെറുതായിട്ടുണ്ട്. ചാറുണ്ടോ? നീ കുടയുണ്ടോ രാജു?
ഉണ്ടോ ഒരെണ്ണം എടുത്തിട്ടൊന്ന് കണ്ടോ എല്ലാം പ്ലാൻ ചെയ്ത് നടക്കണ നടക്കല്ലേ കുറച്ച് ഈ ഡയറക്ഷനാണോടാ നമ്മള് കുറച്ചേരം നടക്കട്ടെ ഇവരിങ്ങനെ നടക്കും ഞാൻ പിന്നാലെ നടക്കും ആരെ മാപ്പ് നോക്കണേ അജു തെറ്റാതെ പോണം അതുകൊണ്ടാണ് ചിലപ്പോ ചക്രു നോക്കി വെച്ച് കാന്തി സീച്ച് എത്താണ്ട് വേറെ എവിടെയെങ്കിലും എത്തും എത്തും ചക്രു എത്തും അജു നോക്കണോട് ചിലപ്പോ എത്തിരിക്കും ഈ ഡയറക്ഷൻ തന്നെ ഇവിടെ നേരല്ലേ ആണെന്ന് തോന്നുന്നു നമുക്ക് നടക്കാം കൊറേ നേരം നടന്നിട്ട് അപ്പുറത്ത് വണ്ടി ബാ ബാ കൊറേ നേരം നടന്നതിന് ശേഷം കാന്തി സീറ്റ് കണ്ടെത്തി കഴിച്ചു അമ്മോ ഒരു മണിക്കൂർ 1 കിലോമീറ്ററിന് വേണ്ട എന്നെ എത്രയോ നടത്തിച്ചു കൂടുതൽ നടത്തിച്ചു വണ്ടി ജയിച്ചില്ലേ ജയിച്ചു എന്നാലും ബദാം മിൽക്കില്ലേ ഇവിടെ ഇല്ല അതാ ബദാം മിൽക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനം 65 ഇവിടെ ഒരു ബദാം മിൽക്ക് പറയാം ഒരു ബദാം കേക്ക് കണ്ടിട്ടോ കേക്ക് വേണ്ട നമുക്ക് വേണം ബദാം മിൽക്ക് പറ ഒരെണ്ണം അതെന്തായാലും എല്ലാവർക്കും ഒരെണ്ണം മതിയേ ചക്രു എടാ നിനക്ക് വല്ലതും കഴിക്കണോ മധുരമുള്ളത് അങ്ങനെ ചോദിക്കണോ കഴിക്കണോ അല്ല മധുരമുള്ളത് ഒരു ഗ്ലാസ് ബദാം മിൽക്ക് അത് ഹിന്ദിയില് മുൻഷിയാണ് മുൻഷി തമിഴിലും അണ്ണാ ഇങ്ങ വാ ഞാൻ ഇവിടെ നിക്കണ്ട് അയ്യോ രസ്മലായി അറിയാണ്ട് എടുത്തത് അയാള് സാലേ അതല്ലേ ബദാം മിൽക്ക് അത് പിസ്ത ഇടണല്ലേ മണ്ടയില് നല്ല ടേസ്റ്റ് അന്ന് നമ്മള് കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായില്ലേ അതെന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഡാലോ ഡാലോ ഇത് പിന്നെ ആദ്യം ഇത് കുടിക്കടാ ഏതെങ്കിലും കഴിച്ചോ ഇത് ബദാം മിൽക്ക് ഇത് ബദാം മിൽക്ക് നമ്മള് കുടിച്ചതാണ് ഓൾറെഡി കൊള്ളൂല ബദാം മിൽക്ക് അടിയുള്ളൂ കൊള്ളാവാടാ അത് പക്ഷെ അതില് രസ്മലായില് വരുമ്പോ കുറച്ചും കൂടെ കഷ്ണമായിട്ട് വരും നല്ല മധുരണ്ടോ കൊള്ളാവോ അതിന് കാന്തി സീസ് അങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ ഇനി ഇവിടെ ഇരിക്കുവാ എനിക്കിതാ ഞാന് നല്ല തണുപ്പുണ്ടല്ലേ നല്ല മണ്ടയ്ക്ക് ഈ സാധനങ്ങളെ കൊണ്ട് കടിക്കാനാ കിട്ടണം ഇവിടെ വെച്ചോടോ കടിക്കാൻ കിട്ടണുണ്ടാവും നീ തന്നോ കൊള്ളാം കുടിച്ചോ കഴിച്ചല്ലേ ഇത് കുറച്ച് മധുരമുണ്ട് കുറച്ചുകൂടെ കട്ടിയുണ്ട് രസ്മലയില് കുറച്ചുകൂടെ കട്ടിയുണ്ട് ബദാമിക്ക് കുറച്ചുകൂടെ വെള്ളം പോലെ പക്ഷെ കൊള്ളൂലേ ബദാമിക്ക് കൊള്ളാം ഇവിടെ എല്ലാം നന്നുണ്ട് ഇവിടുത്തെ എല്ലാം രസാ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ കഴിക്കാനാണോ ഇപ്പൊ കഴിക്കാനാ കഴിച്ചോ കഴിച്ചോ ടേസ്റ്റ് ഉണ്ടോ നോക്കാം ആദ്യം ഇത് മറ്റേ സ്പെഷ്യൽ മൈസൂർ പാക്ക് കൊള്ളാവോ ശരിക്കും നല്ലോണം നെയ്യുണ്ടോ ശരിക്കും മൈസൂർ പാക്ക് പറഞ്ഞാ ഇപ്പൊ മൈസൂർ പാക്ക് നല്ലല്ലോ പേര് വേറെ മറ്റേ കട്ടിയുള്ളതില്ലേ ശരിക്കും ഒരു കട്ടി വരും ഒരു മൈസൂർ പാക്കിന് പക്ഷെ ഇത് അങ്ങനത്തെ അല്ല എഴുതോ അല്ല നമ്മളവിടുത്തെ കടയിൽ കാണുമ്പോഴേ ചായ കടയിലൊക്കെ പോകുമ്പോ കാണുന്നത്
വിഷയല്ലേ ഇന്നലെ പോണല്ലേ സോഫ്റ്റ് വായിലിടുമ്പോ ഷുഗർ അടിച്ച് യാതൊന്നും അത്ര സാധനം കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ അഥവാ ബാംഗ്ലൂരൊക്കെ വരികയാണെങ്കിലേ കാന്തി സ്വീറ്റ്സിലേക്ക് വന്നിട്ട് അടിപൊളി ബദാം മിൽക്കും സ്വീറ്റ്സ് ഒക്കെ കഴിക്കണം അല്ലേ ചക്രു? കഴിച്ചോളാം. അടുത്തത് കഴിക്കാനാണ്. ഇവന് ഇവിടെ മാത്രം കണ്ടേ കാന്തി സ്വീറ്റ്സിനൊന്നും അജുവിന് പുറത്തിറങ്ങൂല. വിഷയസാണോ? നല്ല സ്മൂത്തിന് പോകുന്നത്. ചക്കുറിന്റെ പുതിയ ഡ്രസ്സാണെന്ന് കാണിച്ചെടുക്കണം. ഷർട്ട് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. കയ്യിലൊരു കൊട. കാര്യമാക്കണ്ട, ബാക്കിയെല്ലാം അടുത്ത ഐറ്റം കൊണ്ടുവരുന്നുണ്ട്. എന്താണ് അത്? കൽക്കണ്ട് ബർഫി. കലകണ്ടാണോ? അതില്ലേ എടാ കാലകണ്ട് ബർഫി. ഇതെല്ലാം വാങ്ങിച്ചിട്ടേ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല പെട്ടെന്ന്. കൊറേ അങ്ങനെ നമ്മുടെ പഴയ പാൽപ്പേടെ ഒക്കെ ടേസ്റ്റില്ലേ, മധുരം കുറവ്. നമ്മളെ നാട്ടിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളെ വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ വീട്ടിലെത്തണം. കാരണം എല്ലാത്തിനും ലേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ദിവസം പറ്റുള്ളൂ, 4 ദിവസം പറ്റുള്ളൂ. അങ്ങനെ ചിലതൊക്കെ 15 ദിവസമൊക്കെ ഉണ്ട് കേട്ടോ. ചിലതിലൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചീത്തയായി പോകും. ഇവര് കണ്ടു, ഇവര് യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ മെറ്റീരിയൽസ്, കുങ്കുമപ്പൂവ്, ഡയറക്റ്റ് കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്നൊക്കെ പറയണത്. ടേസ്റ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളും. അടിപൊളി സാധനം. കഴിച്ച് നമ്മൾ കാന്തി സ്വീറ്റ്സിൽ നിന്ന് ഇറങ്ങിട്ടോ. മറ്റേ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് അജുവിന് കണ്ണടയ്ക്ക് എന്തോ പ്രശ്നം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ലെൻസ് കാർട്ടിന്റെ ഷോറൂം ഉണ്ട്. നമ്മൾ അവിടേക്ക് വന്നിട്ടാണ് അജുവിന്റെ കണ്ണട എന്തോ ശരിയാക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ അതാദ്യം. കണ്ണടയൊക്കെ നോക്കിട്ട് 90 രൂപ. ഇത് ചക്രന്റെ കണ്ണട ശരിക്കുള്ള കണ്ണടയല്ല, ഇത് മറ്റേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓൺലൈൻ എടുത്തതാ ലെൻസ് കാർട്ട്. അത് ലെൻസ് കാർട്ട് തന്നെയാണ്, പക്ഷെ അത് വർക്കിംഗ് അല്ലേ. മറ്റേത് അവൻ്റെ പവർ ഗ്ലാസ് ഉണ്ടല്ലേ ചക്രു നല്ലോണം. അതാ ഇതിന്റെ ഇടയ്ക്ക് ഞാനുണ്ടോ ചക്രു. ആന്റി ഗ്ലെയർ പ്രീമിയം. ഹലോ ഗൈസ്, നമ്മളിതാ ലെൻസ് കാർട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ ചക്രു? പവർ ടെസ്റ്റ് ചെയ്തു. ഞാനായി ടെസ്റ്റ് ചെയ്തു, ചക്രു ആയി ടെസ്റ്റ് ചെയ്തു, അജു ആയി ടെസ്റ്റ് ചെയ്തു. എനിക്ക് ചെറിയൊരു 0.50 എന്തോ അത്രയുണ്ട്. നോക്കട്ടെ, ഞങ്ങളോട് നിൽക്കുമ്പോൾ ഒരാളുണ്ട്, ഞാൻ ശരിക്കും സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്ക്, ചെറിയൊരു സ്കൂട്ടി കേട്ടോ. അതില് ബെഡ് വെച്ചിട്ട് ആ ബെഡിലിരിക്കുക. ബെഡിലിരിക്കുക. ഓ ഭീകരം തന്നെ. വണ്ടി കിട്ടിയടാ? വണ്ടി കിട്ടി, വന്നോണ്ടിരിക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഓട്ടോ കിട്ടുന്നത്. അജു ഉള്ളപ്പോ ഓട്ടോ കിട്ടത്തേ ഇല്ല. ഇപ്രാവശ്യം അജു നോക്കിയോണ്ട് കിട്ടും. നല്ല മഴക്കാറുണ്ട്. ഓണായിക്ക് പെയ്താ നനയേണ്ടി വരും. നമുക്ക് ചിക്കനായിട്ടുള്ള ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നോക്കാം എന്താണ് പരിപാടി. നമ്മള് മെട്രോ ഇറങ്ങിട്ട് ചിക്പേട്ട് വന്നിരിപ്പുണ്ട്. രണ്ടുപേര് ക്ഷീണിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. തളർന്നു. ഇനി നമുക്ക് ചിക്പേട്ട് കിടക്കണം, ഫുഡ് അടിക്കണം, വീട്ടിൽ പോകണം. നമ്മള് ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ ഇനി മെട്രോ ഇറങ്ങിയിട്ട്. ചിക്പേട്ട് അടുത്ത ആദ്യമായിട്ടില്ലേ വരുന്നേ? ഇല്ല, ചിക്പേട്ട് നമ്മൾ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതെ, എനിക്ക് ഓർമ്മയില്ല. ഒരു തുരങ്കം മോഡല്ലോ അങ്ങോട്ട് നോക്ക്. തുരങ്കം ഭയങ്കര ഇരുട്ട്. ഇനി ടൈം ആയതിന്റെ ആയിരിക്കില്ല ചിലപ്പോ ചക്രു. ടൈം ആയതിന്റെ ആയിരിക്കൂട്ടെ ചിലപ്പോ, അറിയില്ല. നമ്മളിനി ഇവിടുന്ന് നടക്കും. നമ്മള് എന്താ വാങ്ങണേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ നടന്നു. കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാം. കജുവിന് കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ നോക്കണമെന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിയിട്ട് നല്ലതൊക്കെ കാണുന്ന രീതിക്ക് അങ്ങോട്ട് വാങ്ങാം. അത്ര തന്നെ ഉള്ളൂ. നോക്കാം. നമ്മള് മെട്രോ ഇറങ്ങി ഗൈസ്. മാത്രം ഇത്ര തിരക്കുണ്ട്. കേറാൻ മാത്രമുള്ള തിരക്കാ. സ്റ്റേഷൻ ഇറങ്ങി എ സൈഡ് എക്സിറ്റ് എടുത്താൽ തന്നെ ചിക്പേട്ട് മറ്റേ സ്ഥലത്ത് തന്നെയാണ് സ്ഥലം. പക്ഷെ ഇത് ഇങ്ങനെ നടന്നിട്ട് എന്തുണ്ട് നോക്കട്ടെ. തിരക്കുണ്ടല്ലേ ചക്ര അത്യാവശ്യം? പക്ഷെ ഞായറാഴ്ചയല്ലേ കുറച്ചും കൂടെ രസം. നാളെ നമുക്കിപ്പോ അങ്ങനെ മതി. നമുക്ക് നോക്കാം. നമുക്ക് ചുമ്മാ നാളെ നോക്കിയല്ലോ ഒന്ന് ആദ്യം. ഒടുക്കത്തെ തിരക്കാണ്, പോളി തിരക്കാണ്. നമ്മളെ സൗണ്ട് കേൾക്കണ്ടോ തന്നെ അറിഞ്ഞൂടാ, അത്രയും തിരക്കാ. വണ്ടികള് ബി 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 പറഞ്ഞിട്ടേ. അജു ഇവിടെ എന്തോ താക്കോലൊക്കെ വാങ്ങാൻ നോക്കുന്നുണ്ട്. അജു ഒരു ബെഡ്ഷീറ്റ് ഒക്കെ വാങ്ങണ കട നോക്കായിരുന്നു. പക്ഷെ അത്
ഇത് കാണുന്നില്ല, എവിടെയോ ഉണ്ട് അല്ലേ ചക്രു? എന്റെ പൊന്നോ, നമ്മൾ നടന്ന അവസാനം കണ്ടുപിടിച്ചു ഗൈസ്. ഇവിടെ ആക്ച്വലി കുറച്ചുകൂടെ വൈബ് ഉണ്ട് കേട്ടോ, ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. ലൈറ്റ് ഉണ്ട്, പക്ഷേ അഡോറ് തിരക്ക്. വണ്ടി നമ്മളെ കൊണ്ടുപോവാണേ, നടക്കേണ്ട ആവശ്യമില്ല. നല്ല ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അഡോർ ലൈറ്റ്. രാത്രി ആയപ്പെട്ടപ്പോ നല്ല ഭംഗിയുണ്ടല്ലേ ചക്രു? പക്ഷെ അടുത്തടുത്ത് കൂടി വണ്ടി കൊണ്ടു, തൊട്ടടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് വണ്ടിയും കൊണ്ട്. അജു ഇവിടെ ഉള്ളിൽ കയറി നോക്കിയാലോ? ഞങ്ങൾ ഉള്ളിൽ കയറട്ടെ ഗൈസ്. അടാറ് തിരക്കിട്ടോ. അമ്മേ നോക്കി നടന്നില്ലെങ്കിൽ അവര് നമ്മളെയും കൊണ്ട് പോകും. വന്ന ആൾക്കാരല്ലേ പോകുമ്പോണ്ടാവുക, മാറിപ്പോ. അജു നോക്കിക്കൊണ്ടിരിക്കുന്നു. അജു ഡബിൾ ബെഡ്ഷീറ്റ്, അത് ഡബിളാ? കംഫർട്ട് മോഡലാണോടാ? അതോ അല്ല, ബെഡ്ഷീറ്റ് തന്നെയാണ്. ഏത് ബെഡ്ഷീറ്റ്? ചില നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ അങ്ങനെ കംഫർട്ട് പോലെ കിടക്കില്ല, അതല്ലല്ലോ ചിത്രത്തിൽ അതാ കാണിക്കുന്നത്. ഇതുണ്ട്, ഇത് കറക്റ്റ്. ഇത് ബെഡ്ഷീറ്റിന്റെ മാത്രമല്ല, ബെഡ്ഷീറ്റും കർട്ടനൊക്കെ ഉള്ള ഒരു ഷോറൂം ആട്ടോ ശ്രീനിവാസ. അടിപൊളിയില്ലേ ചക്രു? നല്ല കളക്ഷൻസ്, നല്ല കളർ. ആ പിങ്ക് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാ. നീ ഇഷ്ടമെടുത്തോ? നമുക്ക് അങ്ങനല്ല, നമുക്ക് എല്ലാം ഇഷ്ടം. കൊള്ളാടാ, അത് കുഴപ്പമില്ലടാ. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് സൗണ്ട് ഇല്ലാത്തൊരു സൈഡിൽ കൂടെ പോയി. അജു മാത്രം ബെഡ്ഷീറ്റ് എടുത്തു. കുറച്ച് നല്ല കടയാണ്, ആ കടക്ക് സ്പേസ് നടക്കാനൊന്നും സ്ഥലം. അതാ പ്രശ്നം. ഓ, ഈ കുഞ്ഞു വഴി കൂടെ ഒരു ഓട്ടോറിക്ഷ വരുന്നു. ഓട്ടോറിക്ഷ കയറി പോയിരുന്നു. തൊട്ടടുത്ത് കൂടെ നമ്മള് നോക്കണം എത്ര. പിന്നെ അജു ഇങ്ങനെ നടക്കുന്നു. ഇപ്പൊ ഈ വഴി ഇപ്പൊ പ്രത്യേകിച്ച് ആരുമില്ല. അവ ഇങ്ങനെ കാണാടത്തൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, കടകളില് സാധനങ്ങളൊക്കെ. മഴ പെയ്ത് വെച്ച് മഴ ഉണ്ടായില്ലല്ലോ ചക്രവായത്തിന്, അല്ലേ നമ്മൾ പെട്ടുപോയല്ലേ മഴ പെയ്തിട്ട്. വാ, നമ്മളൊരു കാര്യം നോക്കാം. പോവാ എടാ അജു, നമുക്കൊരു കാര്യം നോക്കാം. ആ ചേട്ടനായിരിക്കും. स्लिंग बैग है भाई, साइड छोटा सा जेंट्स का. പിന്നെ ജെൻസിനെങ്കിൽ ലേഡീസിന്റെ ആണോ? ജെൻസ് വേണോ? ഏത് വേണം? ഇതിനേക്കാളും കുറച്ചുകൂടെ വലുത് വേണ്ടേടാ. इतनी है साइज, एडजस्टेबल है. ചെയ്യാൻ പറ്റുന്ന ഇതിന് ഉദ്ദേശിച്ചു ഫോണൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനേ. ആ കൈയും കൂടെ ബാക്കോട്ട് ഇട്. അങ്ങനെ തന്നെ. 380 फिक्स्ड रेट है. स्टार्टिंग ऐसी से है. स्टार्टिंग वाला था, अभी है नहीं. वो 21. ओ 380. हाँ, നീ നോക്കിട്ട് മതിട്ടോ. എല്ലാ കള്ളിയൊക്കെ തുറന്നോക്കും, എന്നിട്ട് കറക്റ്റ് മറ്റേ ഉള്ളിലൊക്കെ 200 250 അല്ല, 300 പറഞ്ഞാൽ പിന്നെ നോക്കിയായിരുന്നു. 350 ഇച്ചിരി കൂടുതലൊക്കെ. കാരണം ബ്രാൻഡഡ് ഐറ്റംസ് അല്ലല്ലോ. അപ്പൊ നമുക്കിങ്ങനെ അല്ലേ, ബ്രാൻഡഡ് ആണോ? അല്ല അല്ല, പക്ഷെ അവർ ഹോൾസെയിൽ ആയിട്ട് വിൽക്കുന്നതാണ്. അപ്പൊ ഫിക്സ്ഡ് റേറ്റ് ആണ്, അവരത് മാറ്റമില്ലെന്ന് പറഞ്ഞു. ചില കടകൾ നമ്മൾ പറയുമ്പോൾ കുറച്ചൊക്കെ മാറ്റി തരും, പക്ഷെ അല്ലാതെ എല്ലാ ആൾക്കാരും മാറ്റി തരണം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും മാറ്റത്തും ഇല്ല. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. ഇനി ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ കൂടിട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണമെന്നും കൂടെ എനിക്ക് അറിഞ്ഞൂടെ. മഴ ചാറി തുടങ്ങിയില്ലേ? ഇനി എന്താ ചെയ്യാ? എവിടെയെങ്കിലും കയറി ഇന്ന് ഓട്ടോ നോക്കണമെങ്കിൽ നോക്കാം. കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓട്ടോ നോക്കാം അല്ലേ? തിരക്കിന്റെ ഇടയ്ക്ക് ഓട്ടോ കയറണമെങ്കിൽ കുറച്ചു നേരം ഇവിടെ നിൽക്കാം. നമുക്കിവിടെ നിൽക്കാം കുറച്ച് നേരം. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ എത്തി. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ACS ലേഔട്ട് തന്നെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്ഥിര സ്പോട്ട്. പക്ഷേ കേറിയിട്ട് ദോശ കഴിച്ചു. ഭയങ്കര നമ്മൾ സ്ഥിരം ഇടുന്ന വിഷയം ആയതുകൊണ്ടാണ് നമ്മൾ അത് ഇടാത്തത്. ഇത് വ്ലോഗായിട്ട് എടുക്കുക. ഇത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ ട്രൈ ചെയ്യുന്നൊരു വീഡിയോ ആക്കി കളയാം. എന്തോന്ന്? ടർക്കിഷ് ഷവർമയാണ്. ഒന്നാണ് രണ്ടാക്കി കൊടുത്തത്. ഇത് സാധാ ഷവർമയും കൂടെ വ്യത്യാസം എന്താ? സോസിന്റെ ആണോ?
സോസാണോ വ്യത്യാസം അതോ വല്ല പയറ് സാധനങ്ങളൊക്കെ ഉണ്ടോ? അതാണ് നമ്മളൊരിടയ്ക്ക് ടാക്കോ ബെല്ലിൽ കയറിയപ്പോ മറ്റേ പയറില്ലേ അതുപോലത്തെ മേടിച്ച് ഞാൻ അത് വേണ്ടായിരുന്നു. കൊള്ളാമോ ചേക്ക്? കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കൂടുതലും സാധാ ഷവർമ്മയാണ് ഇഷ്ടപ്പെടുന്നത്. സാധാ ഷവർമ്മയാണ് ഇഷ്ടപ്പെട്ടെ? എനിക്ക് തരുമോ? ചുക്ക മൊത്തം തരും. ചിക്കനാ, ഇത് ഫുള്ളി ചിക്കനാ. ഇത് എരിവുണ്ടല്ലോ. എരിവുണ്ട്, മസാല വേറെ ടേസ്റ്റാണ്. സോസൊക്കെ വേറെയാ, സാധാ മയോണൈസ് അല്ല. പറയുമ്പല്ലോ പറയണമല്ലോ, അവർക്ക് അത്ര പോരാ. സംഭവം സാധാ ഷവർമ്മയാണ് കുറച്ചുകൂടി വർത്ത്. ഇത് 149 രൂപയാണ്. അതേസമയം നമ്മുടെ മറ്റേ 90 രൂപയുടെ ഷവർമ്മയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി ഫില്ലിംഗ് ആണ്. ഇത് അത്ര പോരാ. അത് സംഭവം എന്നറിയോ, വേറൊരു ടേസ്റ്റാ. ചിക്കനൊക്കെ ആണെങ്കിലും വേറൊരു പിന്നെ എരിവുണ്ട് കുറച്ച്. സാധാ ഷവർമ്മ ഇത് ഇനി ഇവിടെ ഉണ്ടാക്കുന്നോണ്ടാണോന്ന് അറിയില്ല കേട്ടോ. എന്താ വ്യത്യാസം? കുഴപ്പമില്ല, നാളെ എന്തെങ്കിലും വയ്യെങ്കിൽ ടർക്കിഷ് ബാക്കി ഞാൻ പറയുന്നില്ല. ഐസ്ക്രീം, ഇത് ക്രീമി കോൺ ആണ്. എനിക്ക് വാനിലയാണേ. താങ്ക് യു. നമ്മുടെ നാട്ടിൽ ഭയങ്കര ക്രീമി സ്ട്രക്ചർ, അടിപൊളിയാണ്. നമ്മുടെ സ്ഥിര സ്പോട്ടാണ് ഇത്, കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ. സോഫ്റ്റ് നമ്മുടെ നാട്ടിൽ ഈ സാധനം പറഞ്ഞ ആക്ച്വലി. പക്ഷെ അരുന്നച്ചിന്റെ ചേട്ടനെ കൊണ്ട് നക്ക ഇവിടെ വന്നത് എല്ലാവരും ഇവിടെ കൊണ്ടില്ല ഞങ്ങള്. കൊള്ളാം, എനിക്കിഷ്ടം വേല കേട്ടോ. എനിക്കിഷ്ടം കൂടുതൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല ചേച്ചിമാരെ കൊണ്ട്. മാംഗോ ആയിരുന്നു ഫ്ലേവർ, മാംഗോ ആയിരുന്നു ആ ടൈമിലുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഓരോ സ്പെഷ്യലാ. ഇന്ന് ചോക്ലേറ്റ് വാനിലയും കൂടെ മിക്സ് ആവും. നിനക്ക് ഇഷ്ടപ്പെട്ടോ അത്? കൊള്ളൂല്ലേ? എവിടുന്ന് കഴിക്കണം? മക്ഡൊണാൾഡ്സ്. അവിടെ ഇതാണോ ക്രീമി പോലെ? സാധനല്ലേ, പക്ഷെ അവിടെ വില കൂടുതലല്ലേ? നമ്മള് കഴിച്ചിട്ട് ബാക്കി നമ്മള് കഴിച്ചിട്ട് നീ എന്താ വീട്ടിൽ പോലെ കഴിക്കണ്ടോ? പറയാൻ പറ്റില്ല ഗൈസ്. നമ്മള് ചിലപ്പോ വല്ലതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഫുഡ് ബ്ലോഗ് പോലെ ആയി. രാവിലെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കയറി, പിന്നെ ഫുഡ് തന്നെ ആയിരുന്നു. കാതിശേച്ച് കയറി, അവിടെ കയറി, ഇവിടെ കയറി. ഷോപ്പിംഗ് ആവുന്നില്ല. ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഗൈസ്, അതാണ് ഷോപ്പിംഗ്. അതാണ് ഷോപ്പിംഗ്. പിന്നെ തിരിച്ചിങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോ, ഇവിടെ ACS വന്നപ്പോ 2 ബുക്ക് വാങ്ങിച്ചു അല്ലേ? ഒരേ ബുക്ക് 2 പേർക്ക് ഓരോന്ന്. അറ്റോമിക് ഹാബിറ്റ്സ് വായിച്ച് നന്നാവണമെന്നുണ്ട്. നന്നായാ മതിയായിരുന്നു. ഇത് വായിച്ചിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ നന്നാവില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. നമ്മള് മഴയ്ക്ക് മുന്നെത്തി. നല്ല കാറ്റുണ്ട്, മഴ പെയ്യും എന്ന് തോന്നുന്നു. 10:45 നമ്മൾ 5 മിനിറ്റ് മുന്നെത്തി. നമ്മൾ വന്നു ഇരുന്നു. പിന്നെ ഇപ്പൊ അജു പേടിച്ചോണ്ടിരിക്കുകയാണ് ബേറാണെങ്കിൽ അജുവിനെ പേടിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടാക്കും ഇങ്ങോട്ട് പേടിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവര് തമ്മിൽ വലിയ കുഴപ്പമില്ല. പിന്നെന്താ, കാലൊക്കെ വേദനിച്ചു വന്നിട്ട് കൊറേ നടന്ന്. നാളെയും എവിടെയൊക്കെയോ കറങ്ങാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എവിടെ പോണോ? നാളെ വീട്ടിലിരിക്കും, കരുതലോടെ ഇരിക്കും. അയ്യോ, ഒന്നാമെന്നറിയോ, ശനി ഞായറപ്പോ ഭയങ്കര തിരക്കാ. മെട്രോ ആയാലും ട്രാഫിക്കും ആകെ, വണ്ടിയൊന്നും എടുത്തിട്ട് ഇറങ്ങാൻ പറ്റില്ല, അത്ര തിരക്കുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇവിടുന്ന് വൈറ്റ് ഫീൽഡിൽ നിന്ന് എവിടെ വേണമെങ്കിൽ പോകാനുള്ള ദൂരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിന്ന് പ്രത്യേകിച്ച് ഷോപ്പിംഗ് ആണ് നമ്മള് ഇന്ന് മെയിൻ ആയിട്ട് നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഷോപ്പിംഗ് ഒന്നും നടന്നില്ല, ഫുഡ് അടിയാണ് നടന്നത്. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് കുറെ ഒരു ഫുഡ് വ്ളോഗ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ.